പാകിസ്ഥാനു നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി അറിയിച്ചു. ഇന്ത്യ സുരക്ഷിതമാണെന്നും വിദേശ വിനോദസഞ്ചാരികളെ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. ജമ്മുകാശ്മീരിൽ സജീവമായ 14 പ്രാദേശിക ഭീകരരുടെയും പട്ടിക ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തിറക്കിയിട്ടുണ്ട്. 20 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ളവരാണിവർ. 3 പേർ ഹിസ്ബുള്ള മുജാഹിദുനുമായി, 8 പേർ ലഷ്കർ ഇ തോയ്ബയുമായി, 3 പേർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരാണ്. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന TRF താഴ്വരയിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മാറ്റുകയായിരുന്നു. ഇത് സംഘടിത സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണ്. കശ്മീരി ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് TRF പ്രസ്താവനയിൽ ആരോപിച്ചു. അതേസമയം സ്വീഡനിൽ നിന്ന് വലിയ ആയുധശേഖരം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. 2016 പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ലോഞ്ച് പാടുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച കാൾ ഗസ്റ്റാഫ് റോക്കറ്റ് ലോഞ്ചറിന്റെ നൂതന പതിപ്പായ AT-4 ആണ് ഇന്ത്യൻ സൈന്യത്തിനായി എത്തിച്ചത്. AT-4 നിർമ്മിക്കുന്ന സ്വീഡനിലെ സാബ് കമ്പനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ശത്രു ബങ്കറുകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റി ആർമർ ആയുധമാണ് AT-4. കോൾ ഗുസ്താഫുമായി താരതമ്യപ്പെടുത്തുമ്പോൾ AT-4 വളരെ ഭാരം കുറഞ്ഞ റോക്കറ്റ് ലോഞ്ചറാണ്. ദ്രുതഗതിയിൽ സൈനികർക്ക് ആക്രമണം നടത്താനാകും. അങ്ങനെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ഇതിന് വയ്ക്കുന്നത്.